നമസ്കാരം, ഇവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സ്റ്റഡീസ് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ടാക്സ് ഡെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. ഇത് നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ഒരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പെർസ്പെക്റ്റീവിലായിരിക്കും. രണ്ടാമത്തെ ടോപ്പിക്കും എഡിറ്റോറിയൽ പേജിൽ തന്നെ ആർട്ടിക്കിൾ ആണ്. ചൂസിംഗ് ദ റൈറ്റ് ട്രാക്ക് ടു കട്ട് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. അതായത് എസ്പെഷ്യലി നമ്മുടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. കാരണം നമ്മുടെ അഗ്രികൾച്ചർ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പം കർഷകൻ ഈ പറഞ്ഞ പോലെ പാടത്ത് കൃഷി ചെയ്തിട്ട് അത് ഈ പറഞ്ഞ പോലെ കസ്റ്റമറിന്റെ അടുത്ത് എത്തുന്ന വരെ ഇപ്പം ഫാർമർ ടു കസ്റ്റമർ ഇതിന്റെ ഗ്യാപ്പിനിടയിൽ ഒരുപാട് ലോസസ് സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ മിനിമൈസ് ചെയ്യാം, അതിനകത്ത് എസ്പെഷ്യലി പറഞ്ഞ ആ മിനിമൈസേഷനകത്ത് റെയിൽവേസിന് അപ്പൊ റെയിൽവേസിന് എന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഇനി അത് പോളിസി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസ് ആൻഡ് പെർസ്പെക്റ്റീവ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ആർട്ടിക്കിൾ മേക്ക് ഇൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് കുറച്ച് നാൾക്ക് മുമ്പ്, അതായത് എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഈ കഴിഞ്ഞ ജൂൺ 18-ാം തീയതി പറഞ്ഞ പോലെ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ഒരു ട്രെയിൻ ആക്സിഡന്റ്, കാഞ്ചൻജംഗ എക്സ്പ്രസ് ഈ പറഞ്ഞ പോലെ ആക്സിഡന്റിൽ പെട്ട വാർത്തയൊക്കെ നമ്മൾ അന്ന് ആ ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ അവിടെ ഈ പറഞ്ഞ പോലെ വോക്കി ടോക്കി മീൻസ് ഈ പറഞ്ഞ ലോക്കോ പൈലറ്റുകൾക്ക് പല ട്രെയിനുകളിലെ ലോക്കോ പൈലറ്റുകൾക്ക് അവർക്ക് പരസ്പരം ഈ പറഞ്ഞ പോലെ ഒരു ട്രാക്കിൽ മൂവ് ചെയ്യുന്ന ട്രെയിനുകളാണെങ്കിൽ അതിൽ ലോക്കോ പൈലറ്റുകൾക്ക് പരസ്പരം ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് കൈമാറാനായിട്ടുള്ള വോക്കി ടോക്കീസ്. അപ്പൊ ആ വോക്കി ടോക്കീസിന്റെ ഈ പറഞ്ഞ പോലെ ഇൻഎഫിഷ്യൻസീസ് ആയിരുന്നു ആ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഇനി ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മൾ എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. കാരണം മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ എക്കണോമിക്സ് പെർസ്പെക്റ്റീവിൽ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ പിന്നെ നമ്മൾ എല്ലാ ദിവസവും പതിവ് പോലെ ചെയ്യുന്ന പോലെ ഈ മൂന്ന് ടോപ്പിക്സിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഒരു MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ടോപ്പിക് വൈസ് പറയുവാണെങ്കിൽ ഈ ഫസ്റ്റ് ആദ്യ രണ്ട് ടോപ്പിക്സ് എഡിറ്റോറിയൽ പേജിലെ മെയിൻസ് റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്കാണ്. മൂന്നാമത്തെ ടോപ്പിക്കാണ് പ്രിലിംസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ശരി, നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി ആസ് ടാക്സ് ഡെവല്യൂഷൻ ക്രൈറ്റീരിയ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഏതൊരു ആർട്ടിക്കിൾ നമ്മൾ വായിക്കുമ്പോൾ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ കീ വേർഡ്സ് ഇൻ ദോസ് ആർട്ടിക്കിൾസ്. അപ്പൊ ആർട്ടിക്കിളിലെ കീ വേർഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നമുക്ക് ഏറെക്കുറേ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടും വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കീ വേർഡുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി എന്നുള്ളൊരു വാക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് ടാക്സ് ഡെവല്യൂഷൻ. അപ്പൊ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ ഡിസ്കഷനും ബേസിക്കലി ആ രണ്ട് കീ വേർഡുകളെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരിക്കും. ആദ്യം നമുക്ക് ടാക്സ് ഡെവല്യൂഷൻ എന്താണെന്ന് പഠിക്കാം, അതിനുശേഷം ഇന്റർ ജനറേഷൻ ഇക്വിറ്റി എന്താണെന്ന് പഠിക്കാം, പിന്നെ ഇവ തമ്മിലുള്ള കോറിലേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും ഭാഗങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എക്സാമിന് വ്യൂ പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ടാക്സ് ഡെവല്യൂഷൻ. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്താണ് ടാക്സ് ഡെവല്യൂഷൻ. ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഓഫ് ദ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സസ്. അതായത് ഇപ്പൊ നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ടാക്സുകളുടെ ഒക്കെ തന്നെ വരുമാനത്തിന് ഏറെക്കുറെ നല്ലൊരു വിഹിതവും കയറി പോകുന്ന സെൻട്രൽ ഗവൺമെന്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആനുവലി ഈ തരത്തിൽ ടാക്സുകളിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും ഒരു സർട്ടൺ പെർസെന്റേജ് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വീതിച്ച് നൽകാറുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ടാക്സുകൾ കിട്ടുന്നതിന് ഒരു പരിധി വരെ കാരണം എന്ന് പറയുന്ന സംസ്ഥാനങ്ങളാണല്ലോ അതിന്റെ പിരിക്കുന്നതിനായിട്ടും ആ ടാക്സുകൾ പിരിക്കുന്നു, അത് എൻഫോഴ്സ് ചെയ്യുന്നതും അതൊക്കെ ബേസിക്കലി കളക്ട് ചെയ്യുന്നതൊക്കെ തന്നെ അതിന്റെ റോള് സംസ്ഥാനങ്ങൾക്കും അതിനകത്ത് നല്ലൊരു റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് വരുമാനത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ഇവിടെയുള്ള സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വീതിച്ച് നൽകുന്നുണ്ട്. അത് എത്രയാണ് റേഷ്യോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന നിലവിൽ പറയുവാണെങ്കിൽ സ്റ്റേറ്റുകൾക്ക് എല്ലാവർക്കുമായിട്ട് ചേർന്ന് 41%, 41% ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. നേരത്തെ ഈ പറഞ്ഞ പോലെ 42 ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. 42 എന്നുള്ള കാരണം 41 ആകാൻ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കാശ്മീർ നിലവിലെ സംസ്ഥാനമല്ല, ഒരു യൂണിയൻ ടെറിട്ടറി മാറി കഴിഞ്ഞപ്പോഴേക്കുമാണ് ആ 42 എന്നുള്ളത് 41% മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇത്രയേ ഉള്ളൂ, 100 രൂപ ടാക്സിലൂടെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 41%, അതായത് 41 രൂപ ഇവിടെയുള്ള സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വീതിച്ച് നൽകിയിരിക്കണം. അതായത് ഇവിടെ സ്റ്റേറ്റ് എസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സൂപ്പർ സെറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാനായിട്ട് സാധിക്കും. അതിനകത്ത് സ്റ്റേറ്റ് 1 എന്നുണ്ട്, സ്റ്റേറ്റ് 2 ഉണ്ട്, സ്റ്റേറ്റ് 3 ഉണ്ട്, അങ്ങനെ പല പല സ്റ്റേറ്റുകളുണ്ട്. ഇവർക്ക് എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കേണ്ടതാണ് 41 രൂപ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ്. നോക്കി, സെൻട്രൽ ഗവൺമെന്റിന് താഴോട്ടല്ലേ വരുന്നത്, മീൻസ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ്. ഇനി ഇവിടെ തന്നെ ഈ പല സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന പല റേറ്റുകളാണ്. അതായത് ഈ 41 രൂപ ഇവിടെ ഓരോരോ സംസ്ഥാനങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ സ്റ്റേറ്റ് 1-ന് ചിലപ്പോൾ കിട്ടുന്ന 5 രൂപയായിരിക്കും, സ്റ്റേറ്റ് 2-ന് ചിലപ്പോൾ കിട്ടുന്ന 3 രൂപ, സ്റ്റേറ്റ് 3-ക്ക് ചിലപ്പോൾ കിട്ടുന്ന 4 രൂപ, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും പല എമൗണ്ടുകളാണ് കിട്ടുന്നത്. അത് പല ഫാക്ടേഴ്സ് പരിശോധിച്ചിട്ടാണ്, അവിടുത്തെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ്, അവരുടെ GDP, അങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സ് പരിശോധിച്ചിട്ടാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ എമൗണ്ട്
കൊടുക്കുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇത്ര കൊടുക്കണം എന്നൊക്കെ നിർദ്ദേശിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫിനാൻസ് കമ്മീഷനാണ്. സോ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 280 പ്രകാരം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ഫിനാൻസ് കമ്മീഷനാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി കേരളം, തമിഴ്നാട്, കർണാടകം പോലുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കിട്ടുന്ന വിഹിതം വളരെ വളരെ കുറവാണ്. കാരണം ഈ സംസ്ഥാനങ്ങളെ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ മോർ ബെറ്റർ ഡെവലപ്ഡ് ആണ് ഈ സംസ്ഥാനങ്ങൾ. ഇപ്പൊ കേരളം, തമിഴ്നാട്, കർണാടകം ഇതൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഇവ വരുമാനങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇൻകം ഉള്ള സംസ്ഥാനങ്ങളായിട്ടാണ് ഡെവലപ്മെന്റ് കാര്യത്തിലൊക്കെ ആണെങ്കിലും വിലയിരുത്തപ്പെടുന്നത്. കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് സച്ച് ആസ് UP, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ഫാർ മോർ ബെറ്റർ ആയതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഈ സംസ്ഥാനങ്ങൾക്ക് താരതമ്യേന കുറച്ച് പൈസ മതി. മറ്റ് സംസ്ഥാനങ്ങൾ ഇനിയും കയറി വരേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ UP, ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ പൈസ കൊടുക്കണം എന്നുള്ളൊരു ആംഗിളിലാണ് ഇപ്പൊ ഈ ഡെവല്യൂഷൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പോരായ്മ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏതും കൂടെ വലിക്കണം, ഇന്റർ ജനറേഷൻ ഇക്വിറ്റി മനസ്സിലാക്കണം. അതായത് ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും വരുമാനം രണ്ട് മാർഗങ്ങളിലൂടെ വരുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ടാക്സ് മാർഗത്തിൽ, രണ്ട് ഈ പറഞ്ഞ പോലെ ബോറോയിങ്സ്. രണ്ട് ബോറോയിങ്സ്. അത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നോക്കിയും ഇവിടെ ഈ ഒരു പേജിനകത്ത് പറയുന്നുണ്ട്, ഫോർ എനി ഗവൺമെന്റ് there are only two ways to raise its revenue, that is to tax or borrowings. ഞാനത് വരച്ച് അതിന്റെ മുകളിലൂടെ പോയി വായിച്ചറിയാം. ഇനി നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഫോർ എനി ഗവൺമെന്റ്, ഈ ഒരു പാരഗ്രാഫ് കണ്ടില്ലേ, ഫോർ എനി ഗവൺമെന്റ് there are only two ways to raise its revenue, tax or borrowings. If in a period tax revenue equals the current expenditure of the government, then the current taxpayer pays for the public services they receive. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഫസ്റ്റ് സെന്റൻസ് മനസ്സിലാക്കിയിരിക്കുക. ഫോർ എനി ഗവൺമെന്റ് there are only two ways to raise its revenue, that is tax or borrowings. അപ്പൊ ഈ ടാക്സിലൂടെ കിട്ടുന്ന വരുമാനം മീൻസ് എൻറ്റയർലി ടാക്സ് തന്നെയായിട്ടുള്ള വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വളരെ കുറവാണ്. കാരണം ഭൂരിഭാഗം ടാക്സുകൾ എങ്ങോട്ടേക്കാണ് കയറി പോകുന്നത്, സെൻട്രലിലേക്കാണ് കയറി പോകുന്നത്. അപ്പൊ ഈ ടാക്സ് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്നത്, ടാക്സ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സുകൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഏത് കൊടുക്കുന്നത്, നമ്മുടെ ഡെവല്യൂഷൻ ഓഫ് ടാക്സ്, നമ്മൾ തൊട്ട് പറഞ്ഞ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ് കൊടുക്കുന്നത്. ഇതും ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ബോറോയിങ് ചെയ്യേണ്ടി വരും. അപ്പൊ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ചെലവുകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ ടാക്സുകൾ കളക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സിലൂടെ കിട്ടുന്ന പൈസ ഉപയോഗിച്ച് വേണം ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനായിട്ട്. ഇപ്പം പറയുവാണെങ്കിൽ ഫുഡ് ഗ്രെയിൻസ്, എസെൻഷ്യൽ ആയിട്ട് ഫുഡ് ഗ്രെയിൻസ് വിതരണം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഫെയർ പ്രൈസ് ഷോപ്പ്, അതുപോലെ റേഷൻ ഷോപ്പ് വഴി നമുക്ക് സബ്സിഡൈസ് നിരക്കുകളിൽ ധാന്യങ്ങൾ കിട്ടാൻ സാധിക്കും. ഇനി ഹോസ്പിറ്റൽസ് ആണെങ്കിലും അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ മീൻസ് റെഡ്യൂസ്ഡ് റേറ്റുകളിൽ ഈ പറഞ്ഞ പോലെ ചികിത്സകൾ നൽകാനായിട്ടുള്ള സർക്കാർ ആശുപത്രികൾ, അപ്പൊ അവിടെയും തീർച്ചയായിട്ടുള്ള എക്സ്പെൻസുകൾ ഗവൺമെന്റുകൾക്കുണ്ട്. ഇനി സർക്കാർ സ്കൂളുകൾ, സർക്കാർ കോളേജുകൾ, ഇവിടെയൊക്കെ തന്നെ വേണ്ടിയിട്ട് സർക്കാരിന് ഒരുപാടധികം എക്സ്പെൻസുകൾ വരുന്നുണ്ട്. ഇത് മീറ്റ് ചെയ്യാനായിട്ടാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, ടാക്സിലൂടെ വരുമാനം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ ടാക്സിലൂടെ കളക്ട് ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതിനോടുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ കുറെ അധികം സേവിങ്സ് ഉണ്ടായിരിക്കണം. അതായത് 10,000 രൂപ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെന്ന് വിചാരിക്കാം. ആളുടെ കാര്യത്തിൽ സർക്കാർ ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ ബേസിക് നീഡ്സുകളൊക്കെ മീറ്റ് ചെയ്യാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അതൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 3,000 രൂപയായിരിക്കും സ്പെൻഡ് ചെയ്യേണ്ടി വരിക ആ വ്യക്തിയെ സംബന്ധിച്ച്. അപ്പോൾ ബാക്കി ഈ പറഞ്ഞ പോലെ 7,000 രൂപ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ടത്. അതാണ് അല്ലെങ്കിൽ ടാക്സ് പിരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇത് തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള ആളുടെ ചെലവുകളൊക്കെ തന്നെ സർക്കാർ മീറ്റ് ചെയ്യുന്നു, കാരണം അതിനുള്ള ടാക്സ് ഓൾറെഡി അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ബേസിക് നീഡ്സ് എല്ലാം സർക്കാർ മീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് ഈ പറഞ്ഞ പോലെ ആർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ സേവിങ്സ് രൂപത്തിൽ മാറ്റിവെക്കാനായിട്ട് സാധിക്കും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർ ജനറേഷൻ ഇക്വിറ്റി ഇവിടെയാണ് വരുന്നത്. അതായത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ 7,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 റുപ്പീസിന്റെ വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള 7,000 റുപ്പീസ്, അത് മേ ബി ഒരു പെർസെന്റേജ് എടുത്തു. ഇപ്പം പറയുവാണെങ്കിൽ പറഞ്ഞ പോലെ 70% അല്ലെ, മൊത്ത വരുമാനത്തിന്റെ 70% ഈ പറഞ്ഞ പോലെ ആൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഈ കറണ്ട് ജനറേഷൻ നമ്മൾ എടുത്ത എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ. സോ ഇതേ പെർസെന്റേജ്, ഈ 70% തന്നെ അടുത്ത തലമുറയ്ക്ക് മാറ്റി വെക്കാൻ പറ്റണം. എങ്കിലേ ഉള്ളൂ അവിടെ നമ്മൾ ഇന്റർ ജനറേഷൻ ഇക്വിറ്റി നടപ്പാക്കി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ല എങ്കിൽ ഇവിടെ നോക്കിയേ, ടോട്ടൽ എക്സ്പെൻസ് ഈ ജനറേഷൻ ഒരു നമ്മൾ ഈ എക്സാമ്പിൾ എടുത്തതിനകത്ത് എക്സ്പെൻസ് പറഞ്ഞാൽ 3,000 രൂപ, ടോട്ടൽ ഇൻകം 10,000 വരുന്നു. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻകത്തിന്റെ 30% നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണെങ്കിൽ അടുത്ത തലമുറയ്ക്കും ആളുടെ എന്താണോ വരുമാനം ഇരിക്കുന്നത്, 10,000 ആയിക്കോട്ടെ 1,00,000 ആയിക്കോട്ടെ, എന്താണോ ആ കാലത്തെ വരുമാനം, അതിന്റെ 30% എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ എക്സ്പെൻസ് ആയിട്ട് വരാൻ പാടുള്ളൂ. അല്ല എങ്കിൽ 30-ന് പകരം 50-ഓ 60-ഓ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഇന്റർ ജനറേഷൻ ഇക്വിറ്റി നടപ്പാക്കാൻ പറ്റുമോ, നടപ്പാക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. എസ്പെഷ്യലി നമ്മുടെ ഈ സദേൺ ഇന്ത്യ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് ഇന്റർ ജനറേഷൻ ഇക്വിറ്റി നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നാണ് കണക്കെടുക്കുന്നത്. കാരണം ഇവിടങ്ങളിൽ സർക്കാരിന്റെ ടാക്സ് വരുമാനം കുറവാണ്. ഒന്ന് ടാക്സ് ഓൾറെഡി കളക്ട് ചെയ്യുന്ന കുറവാണ്, പിന്നെ ഈ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് ഇവിടെ കുറവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്കാരിന് ചെലവുകൾ മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും, മാർക്കറ്റിൽ നിന്ന് ഒരുപാട്
ഒരുപാട് ബോറോ ചെയ്യേണ്ടി വരും. ബോറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഉടനെ അതിന്മേൽ ഈ പറഞ്ഞ പലിശകൾ വരും, ഇൻട്രസ്റ്റ് വരും. അപ്പം തീർച്ചയായിട്ടും സർക്കാരിന് വരും കാലഘട്ടത്തിൽ സർക്കാരിന് തീർച്ചയായിട്ടും എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടുതലായിരിക്കും. ഈ ഇൻക്രീസ്ഡ് എക്സ്പെൻഡിച്ചറിനെ മീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നെങ്കിൽ ടാക്സുകൾ കൂടുതൽ കളക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ ബോറോ ചെയ്യേണ്ടി വരും. ഇനി ടാക്സുകൾ കൂടുതൽ കളക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ 3000 രൂപ എന്ന് പറയുന്ന അടുത്ത കാലഘട്ടത്തിൽ അത് 4000 5000 രൂപയായിട്ട് മാറിയേക്കാം. അപ്പൊ നോക്കിയേ, എക്സ്പെൻസ് 30% നിന്നും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് പറയുന്നത്, ഇപ്പോഴത്തെ ജനറേഷന്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് സർക്കാർ കടമെടുക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരുന്ന തലമുറയുടെ മുകളിലായിരിക്കും അതിന് ഇമ്പാക്ട് വന്ന് വീഴുന്നത്. അങ്ങനെ ഒരു എക്സ്ട്രാ ഇമ്പാക്ട് വന്ന് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരിടത്തും ഇന്റർ ജനറേഷൻ ഇക്വിറ്റി നടപ്പാക്കാൻ പറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതാണ് ഇന്റർ ജനറേഷൻ ഇക്വിറ്റിയുടെ ഡെഫിനേഷൻ. നോക്കിയേ, ഫോക്കസ് ഓൺ ഫെയർനെസ് ബിറ്റ്വീൻ ജനറേഷൻസ്, എൻഷുറിംഗ് present needs are met without compromising future generations' ability to meet their own aligned with sustainable. അതായത് അന്ന് വരുന്ന തലമുറ ഈ പറഞ്ഞ പോലെ അവരടങ്ങിയ നല്ലൊരു ശതമാനവും ടാക്സ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയ പൈസയുടെ ആണോ? അല്ല, ഈ ജനറേഷന് വേണ്ടിയിട്ട് സർക്കാർ ചെലവാക്കിയ പൈസയുടെ ഇമ്പാക്ട് ആണ് വരുന്ന തലമുറയുടെ മുകളിൽ എക്സ്ട്രാ ടാക്സസ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പൊ ഇത് നടപ്പായി കഴിഞ്ഞാൽ ഇന്റർ ജനറേഷൻ ഇക്വിറ്റി നടപ്പാക്കാൻ പാടില്ല. ഇനി നമ്മൾ ആ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ വായിച്ചു നോക്കിയും, സോ ഇന്റർ ജനറേഷൻ ഇക്വിറ്റി ആസ് എ ടാക്സ് ഡെവല്യൂഷൻ ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്ക് ടാക്സ് വീതിച്ച് നൽകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇനി മുതൽ ഏത് ക്രൈറ്റീരിയയും കൂടെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്? ഇന്റർ ജനറേഷൻ ഇക്വിറ്റിയും കൂടെ കണക്കാക്കിയിരിക്കണം. എന്നിട്ട് വേണം ഇവിടെ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര ടാക്സ് എന്നുള്ള വരുമാനം കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഇപ്പം കറന്റ് പറയുവാണെങ്കിൽ ആ കാര്യമൊന്നുമില്ല, ഇന്റർ ജനറേഷൻ ഇക്വിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഇനി ഇപ്പം നിലവിൽ നിങ്ങൾ കേട്ട് കാണും 16th ഫിനാൻസ് കമ്മീഷൻ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2026 വരെ 15th ഫിനാൻസ് കമ്മീഷൻ അധികാരമുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും 16th ഫിനാൻസ് കമ്മീഷൻ ശരിക്കും പറഞ്ഞാൽ അവർ രംഗത്തേക്ക് വരിക. അപ്പൊ അവർ രംഗത്തേക്ക് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ടാക്സിന്റെ ഡെവല്യൂഷനൊക്കെ എത്രത്തോളം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഇന്റർ ജനറേഷൻ ഇക്വിറ്റിയും കൂടെ ഒരു ക്രൈറ്റീരിയ ആക്കി മാറ്റണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഓതർ നമ്മളോട് പറഞ്ഞു നൽകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പറയുവാണെങ്കിൽ കൃത്യമായിട്ടും പഠിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പൊ ഡിസ്കസ് ചെയ്ത പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇതും എഡിറ്റോറിയൽ ബേസിലെ ആർട്ടിക്കിൾ തന്നെയാണ്. ചൂസിംഗ് ദ റൈറ്റ് ട്രാക്ക് ടു കട്ട് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കേണ്ടത്. ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു ഫാക്ടുകളല്ല, ബേസിക്കലി ഇതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഹാർവസ്റ്റ് ലോസുകൾ സംഭവിക്കുന്നതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഒരു ആർട്ടിക്കിൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് ഇത് നമുക്ക് സഹായിക്കും. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഫാമേഴ്സ് ആണ്. ഫാമേഴ്സ് ഈ പറഞ്ഞ പോലെ അവരുടെ പാടങ്ങളിൽ വിളയിച്ചെടുക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, വീറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ഈ പറഞ്ഞ പോലെ ആദ്യമേ വിൽക്കുന്നത് അവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളായിരിക്കും. ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ മാർക്കറ്റുകൾ, അല്ലെങ്കിൽ ഹിന്ദിയിൽ അതിന് ഈ പറഞ്ഞ പോലെ മാൻഡീസ് എന്നാണ് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. മാൻഡീസ്. അപ്പൊ ഈ ലോക്കൽ മാർക്കറ്റിൽ കൊണ്ടുപോയിരിക്കും ആദ്യം ഇവർ സാധനങ്ങൾ വിൽക്കുന്നത്. അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ ഒരു ഹോൾസെയിൽ ഡീലർ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. എന്നിട്ട് അദ്ദേഹം കൊണ്ട് ഈ പറഞ്ഞ പോലെ വെയർ ഹൗസുകളിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അവിടെ നിന്നുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പുകളിലേക്ക്, റീറ്റെയിൽ ഷോപ്പ് 1, പിന്നെ ഈ പറഞ്ഞ പോലെ റീറ്റെയിൽ ഷോപ്പ് 2, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പൊ ഇതിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് ബേസിക്കലി നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കിയേ, നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ കൃഷിനാശം മീൻസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് ഗ്രെയിൻസ്, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഫുഡ് ഗ്രെയിൻസിന്റെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഈ ലോജിസ്റ്റിക്സിന്റെ വേളയിലാണ്. അത് മീൻ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഇവിടെ പാടത്ത് നിന്നും തീർച്ചയായിട്ടും ലോക്കൽ മാർക്കറ്റിലേക്ക് എത്താനായിട്ട് റോഡ് മാർഗത്തിൽ നമ്മൾ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യും. റോഡ് മാർക്കറ്റിൽ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ കേടായി പോകുന്നു. അതിനൊരു സംഭവം തന്നെ, എസ്പെഷ്യലി ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ തന്നെ പറയുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് എടുക്കേണ്ടി വന്നു കഴിയുമ്പോഴേക്കും അതെല്ലാം പച്ചക്കറികളെല്ലാം കേടായി പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോക്കൽ മാർക്കറ്റിൽ വന്നിട്ട് അത് പിന്നീട് പ്രോപ്പർ വെയർ ഹൗസുകൾ ഇല്ല എങ്കിൽ അത് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് എത്തുമ്പോൾ എസ്പെഷ്യലി മീറ്റ് ഐറ്റംസ്, ഈ പറഞ്ഞ പോലെ മിൽക്ക് ഐറ്റംസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇതെല്ലാം പലപ്പോഴും കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ ഈ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് എന്ന് ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസിന്റെ ഒരു കണക്കുകൾ എടുക്കുവാണെങ്കിൽ, എക്കണോമിക് ഇമ്പാക്റ്റിനെ നോക്കുവാണെങ്കിൽ, ഇന്ത്യ ഫേസസ് ആനുവൽ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് എമൗണ്ടിംഗ് അപ്രോക്സിമേറ്റ്ലി 1,52,790 crore, 1,52,790 കോടി രൂപയുടെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് ആണ് ഇന്ത്യയിലെ ശരാശരി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് ആർക്ക് കിട്ടേണ്ട വരുമാനമാണ്? നമ്മുടെ ഇവിടുത്തെ കർഷകനൊക്കെ തന്നെ കിട്ടേണ്ട വരുമാനമാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം സാധനങ്ങൾ കേടായി പോകുന്നു പറഞ്ഞാൽ വെജിറ്റബിളിന്റെ കാര്യത്തിൽ 18% ലോസാണ് ഉണ്ടാകുന്നത്. ഇവിടെ 100 കിലോ വെജിറ്റബിൾസ് ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ വെറും ഈ പറഞ്ഞ പോലെ 82 കിലോ വെജിറ്റബിൾസ്, അതായത് 100 കിലോ വെജിറ്റബിൾ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ 18% വേസ്റ്റ് ആയി പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. 82 kg മാത്രമേ എങ്ങോട്ടേക്ക് എത്തുന്നുള്ളൂ? ഫൈനൽ മാർക്കറ്റിലേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ ഇത് തന്നെ സൂക്ഷിച്ച് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 100 കിലോ നമ്മൾ ഉത്പാദിപ്പിച്ച, പക്ഷേ മാർക്കറ്റിലേക്ക് 82 എത്തുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, അതായത് സാധനങ്ങൾ കൃത്യമായിട്ട് കിട്ടാതെ വരുന്ന സപ്ലൈ സൈഡിലൊക്കെ വരുന്ന ഇൻഫ്ലേഷൻസ് ഇത് മൂലമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. കാരണം ഇവിടെ ഇത്ര ഉത്പാദിപ്പിച്ച പക്ഷേ മാർക്കറ്റിലേക്ക്
അല്ലെങ്കിൽ ഇത്ര നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഡ്യൂ ടു പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. വെജിറ്റബിൾസിന്റെ കാര്യത്തിലാണെങ്കിൽ 18% ലോസ് വരുന്നുണ്ട്, ഫ്രൂട്ട്സ് ആണെങ്കിൽ 19%. ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് മീൻസ് മീറ്റ് പ്രോഡക്ട്സ്, ഡയറി പ്രോഡക്ട്സ് ഇതെല്ലാം നോക്കുവാണെങ്കിൽ 22% ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ലോസസുകളൊക്കെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഇൻഫ്ലേഷൻ ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഓർ സപ്ലൈ സൈഡ് ഇൻഫ്ലേഷൻ. ഇതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ ഇതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായിട്ട് മാറുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് റെയിൽവേയുടെ പ്രധാനപ്പെട്ട റോൾ വരുന്നത്. കാരണം ഇപ്പൊ ഈ സപ്ലൈ ചെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പിന്നെ വെയർ ഹൗസുകളിലേക്കും ഒക്കെ തന്നെ ഈ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ ഒന്നെങ്കിൽ റോഡിലൂടെ ആയിരിക്കും സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെയിൽവേസിലൂടെയാണ്. ഓക്കെ, റോഡിലൂടെ അല്ലെങ്കിൽ റെയിൽവേസിലൂടെയാണ് ബേസിക്കലി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റെയിൽവേ കൂടുതൽ രംഗത്തേക്ക് വരികയാണ്. മീൻസ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ സമയം കൂടുതലൊക്കെ എടുത്തേക്കാം, ട്രാഫിക് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ക്ലൈമറ്റിന്റേതായ പ്രശ്നങ്ങൾ, സാധനം ഈ പറഞ്ഞ വരുമ്പോഴേക്കും ട്രക്കുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളൊക്കെ കേടായി പോകാറുണ്ട്. ഇവിടെ റെയിൽവേസ് കൂടുതൽ രംഗത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഫാർമറിന്റെ കയ്യിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഫ്ലേഷനൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും, വിലക്കയറ്റമൊക്കെ തന്നെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഈ ലോസസ് ഒഴിവാക്കാൻ പറ്റി കഴിഞ്ഞാൽ കർഷകന് അത്ര നേട്ടമല്ല. ഇപ്പൊ നമ്മൾ തൊട്ടും പറഞ്ഞു 1,52,000 കോടി രൂപയുടെ സാധനമാണ് ലോസ് ചെയ്ത് പോകുന്നത്. പത്രവും കോടി ഈ പറഞ്ഞ പോലെ കർഷകന് കിട്ടേണ്ട പൈസയാണ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ കർഷകന്റെ ഇൻകം വളർത്തിയെടുക്കാനായിട്ട് ഒക്കെ തന്നെ നമ്മളെ സഹായിക്കുന്ന മാർഗ്ഗമാണ്. ഇതിലേക്കുള്ള ഒന്ന് രണ്ട് മാർഗ്ഗങ്ങളായിട്ട് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ആണ് രൂപീകരിച്ചത് നമ്മൾ ഡെഡിക്കേറ്റഡ് ഫ്രീറ്റ് കോറിഡോർസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നിലവിൽ റെയിൽവേയിൽ ഈ പറഞ്ഞ പോലെ വളരെ ട്രാഫിക് ആണ്. മീൻസ് പാസഞ്ചർ ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകളൊക്കെ ഓടുന്ന ഒരേ ഈ പറഞ്ഞ പോലെ ട്രാക്കുകളിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാഫിക് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സമയത്ത് ഈ പറഞ്ഞ ട്രെയിനുകൾക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെ മറികടക്കാനായിട്ട് മീൻസ് ഗുഡ്സിന് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോറിഡോറാണ് ഡെഡിക്കേറ്റഡ് ഫ്രീറ്റ് കോറിഡോർ. സെപ്പറേറ്റഡ് ട്രാക്കുകൾ, ഗുഡ്സ് ട്രെയിനുകൾ ഓടാനായിട്ടുള്ള സെപ്പറേറ്റഡ് ട്രാക്കുകളൊക്കെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ലോസസ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു ആർട്ടിക്കിൾ അത് പറയുന്നത്. സോ എനിവേ ഈ ഒരു ആർട്ടിക്കിളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഈ 3 കാര്യങ്ങളാണ്. ഇത് 3 കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമുക്ക് പരീക്ഷകളുടെ മെയിൻസിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ ആവശ്യമുള്ള പോയിന്റ്സ് ആയിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ആ ആർട്ടിക്കിളിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇന്ത്യൻ റെയിൽവേസ് റിലാക്സസ് റൂൾസ് ഓഫ് മേക്ക് ഇൻ ഇന്ത്യ ടു പ്രൊക്യൂർ വോക്കി ടോക്കി സെറ്റ്സ്. അതായത് നമ്മൾ ഇന്നലെ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആത്മനിർഭർ ഭാരത് അഭിയാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഇമ്പോർട്ട് കുറയ്ക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ കൂടുതൽ പ്രൊഡക്ഷൻ കൂട്ടണൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസിന്റെ ഈ പറഞ്ഞ ലോക്കൽ അക്യൂസിഷന്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലത്തെ ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്തരത്തിലൊരു ആർട്ടിക്കിൾ തന്നെയാണ്. ഇന്ത്യൻ റെയിൽവേസിൽ നിലവിൽ ഈ പറഞ്ഞുള്ള നിയമമുണ്ട്. നമ്മൾ ഇന്ത്യൻ റെയിൽവേസിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്യുമ്പോൾ മാക്സിമം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് പ്രൊക്യൂർ ചെയ്യുക, മേക്ക് ഇൻ ഇന്ത്യ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം റീസെന്റ് ഇവിടെ വെസ്റ്റ് ബംഗാളിലുണ്ടായ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ആ ഒരു ആക്സിഡന്റ് സൈറ്റ് ആണ് ഇവിടെ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ റെയിൽവേയുടെ എഞ്ചിനീയർമാര് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പിടികിട്ടിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് ഈ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാകുക തന്നെ ചെയ്തിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. മീൻസ് ഈ പറഞ്ഞ പോലെ അത് ഒരു എന്താ പറയാ, അത് അവിടെ ഉണ്ടാകേണ്ട ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വൈകാണ്ട് അവിടുത്തെ സിറ്റുവേഷൻസ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അധികം വൈകാതെ അങ്ങനെ ഒരു ആക്സിഡന്റ് അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. കാരണം ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നോർമലി നമ്മുടെ ട്രെയിനിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ട്രെയിനുകളിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ പാളങ്ങളിലെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഈ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിലുള്ള ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഈ ട്രാക്കിന്റെ ആ ഒരു സെക്ഷനിലൂടെ ഓടുന്ന ട്രെയിനുകളൊക്കെ തന്നെ അവർ പാലിക്കേണ്ട ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. സ്പീഡ് ലിമിറ്റ് എന്ന് പറയുമ്പോഴേക്കും 15 km/h ആണ്. 15 km/hലായിരിക്കണം ആ ട്രെയിൻ മൂവ് ചെയ്യേണ്ടത്. ആ ഒരു ഈ ഒരു ട്രാക്കിന്റെ ഈ ഒരു സെക്ഷനിലാണ് മെയിൻ്റെനൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ അതിൽ പാസ് ചെയ്ത് വിടും. ആ പാസ് ചെയ്യുമ്പോൾ 15 km/hലൂടെ ആയിരിക്കണം അവർ എന്ത് ചെയ്യേണ്ടത്, പാസ് ചെയ്യേണ്ടത്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത് പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓരോരോ സിഗ്നൽ പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രെയിൻ ട്രാക്കുകളുടെ സൈഡിലായിട്ട്. ഇങ്ങനെ ഓരോ സിഗ്നൽ പോസ്റ്റുകളൊക്കെ ഉണ്ടാവും. സോ ഈ സിഗ്നൽ പോസ്റ്റുകൾ ഓരോന്നിലൂടെയും പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ പാസ് ചെയ്യുന്നു ആ സിഗ്നൽ പോസ്റ്റിന്റെ അവിടെ എത്തുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒന്ന് വണ്ടി ഈ പറഞ്ഞ പോലെ വാഹനം സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ഒരു 1 മിനിറ്റിന് ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ ഈ പറഞ്ഞ പോലെ അടുത്ത സിഗ്നലിലേക്ക് മൂവ് ഓൺ ചെയ്യാറുള്ളൂ. അപ്പം 15 km/hലേ പോകാനും പാടുള്ളൂ. ദെൻ ആ സിഗ്നൽ പോസ്റ്റുകൾ എത്തുമ്പോഴേക്കും വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാവുള്ളൂ, വണ്ടി മൂവ് ഓൺ ചെയ്യാവുള്ളൂ. അപ്പൊ ഇങ്ങനെ വേണം പോകേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഒരു ജൂൺ 18-ാം തീയതി ഈ ഒരു ട്രാക്ക് മീൻസ് ആ ഒരു കാഞ്ചൻജംഗ എക്സ്പ്രസ് പോയിരുന്ന ആ ഒരു ട്രാക്കിൽ ഏകദേശം 5ഓളം ആ ഒരൊറ്റ മെയിൻ്റനൻസ് സെക്ഷനിൽ 5ഓളം ട്രെയിനുകൾ ഒരേ ട്രാക്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പാലിക്കേണ്ട സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 15 km ആയിരിക്കണം. ഇനി ഓരോ ട്രെയിനുകൾക്കും ഒരു ട്രെയിൻ ഇവിടെ ഫ്രണ്ടിലാണെന്ന് വിചാരിക്കാം, ഇവരുടെ ലോക്കോ പൈലറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ചെയ്തിരിക്കണം. മീൻസ് കണക്റ്റഡ് ആയിരിക്കണം. അവർ എവിടെയാണ് ഇപ്പൊ ഏത് സിഗ്നൽ പോസ്റ്റിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ കണക്റ്റഡ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് ഏറ്റവും ഫ്രണ്ടിൽ ആ ഒരു 5
ട്രെയിനുകൾ ഒരേ ട്രാക്കിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ട്രെയിൻ ഈ പറഞ്ഞാൽ ഈ 15 km/h പാലിച്ചു. പക്ഷേ അവിടെ ഇങ്ങനെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഈ ട്രെയിൻ 15 km ആണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ബാക്കിൽ വരുന്ന ട്രെയിനുകളുടെ ലോക്കോ പൈലറ്റുകൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് ഡിഫക്റ്റഡ് വോക്കി ടക്കീസ്. അപ്പൊ ആ ഒരു ഡിഫക്ഷൻ മൂലം ഈ പറഞ്ഞ പോലെ പുറകിലേക്ക് വന്നിരുന്ന ട്രെയിനുകൾ നോർമൽ അവരുടെ സ്പീഡിൽ കയറി വന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ ട്രെയിനിലേക്ക് ഇടിച്ച് ആക്സിഡന്റുകൾ ഉണ്ടായത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇൻസിഡന്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കവച് സിസ്റ്റം നിലവിൽ നമ്മുടെ റെയിൽവേസിലൊക്കെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനമാണ് കവച് എന്ന് പറയുന്നത്. ഈ കവച് എന്ന് പറയുന്നത് റെയിൽവേ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രെയിൻ പ്രൊട്ടക്ട് സിസ്റ്റം ATP സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ട് സിസ്റ്റമാണ്. ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആണ്. നമ്മൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്താണ്. ഡെവലപ്ഡ് ബൈ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ അണ്ടർ ഇന്ത്യൻ റെയിൽവേ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസസ് RFIDs ഒക്കെ തന്നെ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. മീൻസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ റെയിൽവേ ട്രാക്കുകളിൽ ഓരോരുത്തരും ഈ ട്രാക്കുകളിലൊക്കെ തന്നെ RFID ടാഗുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഈ ഓരോ ട്രെയിനിലും കവച് എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. ഈ ഇതിപ്പോ ഒരു RFID ടാഗ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഈ ടാഗിന് മുകളിലൂടെ ഈ പറഞ്ഞ പോലെ ട്രെയിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ കവച് സിസ്റ്റത്തിനകത്ത് ആ RFID ടാഗ് രജിസ്റ്റർ ചെയ്യപ്പെടും. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ ഇത്ര കിലോമീറ്റർ അകലത്തിൽ ഈ പറഞ്ഞ പോലെ RFID ടാഗുകളുണ്ട്. സോ ഏതെങ്കിലും പർട്ടിക്കുലർ ട്രാക്കിലൂടെ ഓടുന്ന ട്രെയിനിന്റെ RFID ടാഗുകൾ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആ ഓരോ ട്രാക്കിനും ഉണ്ടെന്ന് വിചാരിച്ചു, മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഓരോ ട്രാക്കിനും ഓരോ RFID ടാഗ് എന്ന് വിചാരിക്കും. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് ട്രെയിനുകൾക്ക് ഒരേ RFID ടാഗുകൾ വന്നു കഴിഞ്ഞാൽ, ഇത്ര ദൂരത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ആ ട്രെയിനുകൾ ഈ പറഞ്ഞ പോലെ കൊളൈഡ് ചെയ്യാനുള്ള സാധ്യത മീൻസ് ഇവർ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ തൊട്ട് പുറകെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ കവച് സിസ്റ്റം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ട്രാക്കിലുള്ള ട്രെയിനുകൾ തമ്മിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് മീൻസ് ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റിന്റെ സഹായം ഉണ്ടാവും. അപ്പൊ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഒരേ RFID ടാഗുകൾ രണ്ട് ട്രെയിനിന്റെ കവച് സിസ്റ്റത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു കമ്മ്യൂണിക്കേഷൻ. ആൻഡ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വന്ന് ഇവരുടെ തമ്മിലുള്ള ഗ്യാപ്പുകൾ കുറയുന്നു എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. അതാണ് കവച് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കവച് സെറ്റ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് RFID tags installed in locomotives in the signaling system as well as the tracks that talk to each other using ultra high radio frequencies to control the brakes of trains and also alert drivers, all based on logic perform a program into them. അതായത് ഇത്തരത്തിൽ RFID ടാഗുകൾ റീഡ് ചെയ്തിട്ട് ഒരേ RFID ടാഗുകൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസുകൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ ഒരേ ട്രാക്കിൽ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ആ സിസ്റ്റം ഒന്നെങ്കിൽ ഡ്രൈവേഴ്സിന് അലർട്ട് കൊടുക്കും, അല്ലെങ്കിൽ അത് തന്നെ ഈ പറഞ്ഞ പോലെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിരിക്കും. ഇതാണ് നമ്മുടെ കവച് സിസ്റ്റം. പക്ഷെ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് റെയിൽവേ ആക്സിഡന്റുകൾ കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ എൻറ്റയർ റെയിൽവേ സെക്ഷൻസിലും ഈ കവച് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പൊ കവച് സിസ്റ്റത്തിന് ഇൻസ്റ്റാളേഷൻ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കണം എന്നുള്ളതാണ്. ഈ ട്രെയിൻ ആക്സിഡന്റ് നടന്ന പലയിടങ്ങളിലും ട്രെയിൻസിന് ഈ പറഞ്ഞ കവച് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് തന്നെ പലയിടത്തും പ്രോപ്പറായിട്ട് വർക്കിംഗും ആയിരുന്നില്ല. അപ്പൊ പ്രോപ്പറായിട്ട് വർക്കിംഗും ആണെന്ന് നോക്കണം. ഇനി ഇല്ലാത്ത സെക്ഷൻസിൽ ഈ കവച് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെയിൻ ആയിട്ട് പറഞ്ഞു നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ MCQ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ തൊട്ടുമ്പ് ഡിസ്കസ് ചെയ്ത് കവച് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്തായാലും എളുപ്പം ഇത് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ ചൂസ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന് ആൻസർ എല്ലാവർക്കും എഴുതാൻ പറ്റും. എല്ലാവരും ഈ പറഞ്ഞ ആൻസർ കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.